നമ്മുടെ ഒത്തിരിയേറെ വൈദികർ ആദ്യകാലങ്ങളിൽ ഈ മലബാറിൽ കടന്നു വന്നപ്പോൾ 3 നേരവും കപ്പ മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന വൈദികരെ എനിക്കറിയാം. പണ്ടൊക്കെ 24 മണിക്കൂറും പള്ളിമുറിയിലും പള്ളി പരിസരത്തും പള്ളിയിലുമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. തരം കാലം മാറിയപ്പോൾ പലതരം ഒറ്റപ്പെടലുകൾ കുടുംബജീവിതത്തിൽ വന്നതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. ഇന്ന് നമ്മൾ ആഗോളസഭ വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന മഹാവിശുദ്ധനെ പറ്റി സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മകളെ ഓർക്കുകയും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ പുണ്യദിനമാണല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഭ, പ്രത്യേകിച്ചും ഫ്രാൻസിലെ സഭ, വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ സഭയെ ആകെ ഉലയ്ക്കുകയും വിശ്വാസം കുറഞ്ഞു പോവുകയും ചിലപ്പോൾ നഷ്ടപ്പെടുകയും വിശ്വാസം ചെയ്തവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പിതാവായ ദൈവം യേശുനാഥൻ സഭയ്ക്കായിട്ട് ഒരു വലിയ വിശുദ്ധനെ പ്രദാനം ചെയ്യുന്നത്. ഈ വിശുദ്ധനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന വലിയ സത്യം ഇതാണ്: അദ്ദേഹം ഏറ്റവും അധികമായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ദൈവമക്കളെ സ്നേഹിച്ചു. അന്നത്തെ കാലത്ത് സഭയുടെ ഔദ്യോഗിക ഭാഷ ലാറ്റിനായിരുന്നു. ലാറ്റിൻ പഠനം വിഷമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീഷ്ണതയും ഭക്തി ആധിക്യവും കണ്ട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ ദൈവസ്നേഹം കണ്ട് അധികാരികൾ അദ്ദേഹത്തെ വൈദികനാക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു ഇടവകയായ ആർസിലേക്ക് വികാരിയായിട്ട് അയക്കപ്പെടുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം കൊണ്ട് തന്നെ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്ര സംഭവമാണ്. കുംഭസംഹാരം എന്ന വലിയ രഹസ്യാത്മകമായ ദൈവത്തിൻ്റെ ദാനമായ ആ മഹത്തായ ഉദാശയിലൂടെ അദ്ദേഹം ജനങ്ങളെ യേശുവിലേക്ക്, ദൈവത്തിലേക്ക്, സഭയിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നത് വളരെ ലളിതമായ ജീവിതമാണ്. വളരെ ലളിതമായ ജീവിതം. വെറും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തിന്നുകൊണ്ട് ചൂടുവെള്ളവും കുടിച്ച് അദ്ദേഹം ജീവിച്ചിരുന്നാണ് പറയുന്നത്. വിസ്തൃവാന അദ്ദേഹത്തെ പുഷ്ടിപ്പെടുത്തി. ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുക, നമ്മുടെ ഈ മലബാർ പ്രദേശത്തേക്ക് ആദ്യമകാലത്തൊന്ന് വൈദികർ അവിടെ സഹിച്ച കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ഒപ്പം ഈ ജോൺ വിയാനിയെപ്പോലെ തന്നെ ഞാൻ പറയും, അദ്ദേഹം ഉരുളക്കിഴങ്ങ് മാത്രം ഭക്ഷിച്ച് ജീവിച്ചുവെങ്കിൽ നമ്മുടെ ഒത്തിരിയേറെ വൈദികർ ആദ്യകാലങ്ങളിൽ ഈ മലബാറിൽ കടന്നു വന്നപ്പോൾ അവരും ജനങ്ങളെപ്പോലും ദരിദ്രരായിരുന്നു. ഉരുളക്കിഴങ്ങിന് പകരം കപ്പക്കിഴങ്ങ് കഴിച്ചുകൊണ്ട് 3 നേരവും കപ്പ മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന വൈദികരെ എനിക്കറിയാം. ഇപ്രകാരം വളരെ ദരിദ്രപൂർണമായ ത്യാഗപൂർണ്ണമായ ജീവിതം നയിച്ചവരാണ് നമ്മുടെ ശ്രേഷ്ഠരായ ആദ്യകാല വൈദികർ. അന്ന് സഭ ഇവിടെ കലർപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. സഭാമക്കൾ എല്ലാ തരത്തിലും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ദരിദ്രരായിരുന്നു. ആ ദരിദ്ര സഹോദരങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ജോൺ വിയാനിയെപ്പോലെ വിശുദ്ധിയും നന്മയും തീഷ്ണതയും ദൈവസ്നേഹവുമുള്ള ഒത്തിരി നല്ല വൈദികർ നമുക്കുണ്ടായി. അവരുടെ ആ തീഷ്ണമായ പ്രവർത്തനമാണ് ഇന്ന് നാം കാണുന്ന ഈ മലബാറിലെ സഭ. തലശ്ശേരി രൂപതയായിട്ട് ആരംഭിച്ച സഭ ഇന്ന് 5 രൂപതകളായി മാറിയിരിക്കുന്നു. ലക്ഷങ്ങൾ ഈ സഭയിലെ അംഗങ്ങളാണ്. നമ്മുടെ മനോഹരമായ ദേവാലയങ്ങൾ, പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, അങ്ങനെ സഭ പുറമേ കണ്ടാൽ മനോഹരമായി. ഒപ്പം തന്നെ വിശ്വാസികൾ തീഷ്ണമായ പ്രവർത്തനങ്ങൾ, ജീവിത രീതികൾ, വൈദികരുടെ നേതൃത്വം എല്ലാം കൊണ്ടും സഭ ഇന്ന് മലബാറിൽ എങ്ങും അറിയപ്പെടുന്ന ഒരു വലിയ സാക്ഷ്യമായി മാറിയിരിക്കുന്നു നമുക്കറിയാം. ഇന്ന് പൗരോഹിത്യം ആഗോളതലത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ പ്രതിസന്ധികളുടെയും ഭാഗമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, കേരള സഭയിലെ തന്നെ ഏറ്റവും ഉദാത്തമായ ജീവിതം നയിക്കുന്ന സഭാംഗങ്ങളും വലിയ നേതൃത്വവും മലബാറിലെ സഭ തന്നെയാണെന്ന് അനുഭവത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പക്ഷേ സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ സമ്പത്ത് ഏറിയപ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, ചുറ്റുപാടുകളൊക്കെ വ്യത്യസ്തമായപ്പോൾ അതിൻ്റേതായ ഒത്തിരിയേറെ സ്വാധീനങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. സഭാ നേതൃത്വം വിശുദ്ധമാണെങ്കിൽ, നല്ലതാണെങ്കിൽ സഭയിലെ അംഗങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും. സഭാ നേതൃത്വത്തിന് വലിച്ചിൽ വരുമ്പോൾ അംഗങ്ങളും വലിഞ്ഞു പോകും, സത്യമാണ്. ആദ്യകാലത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളോടൊത്ത്
അവരെപ്പോലെ തന്നെ അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും പങ്കുചേർന്നുകൊണ്ട് ജീവിച്ച ഒരു വലിയ ഇടയ സമൂഹം. ആ ഇടയന്മാരുടെ കൂടെ ജീവിക്കുന്ന ആടുകൾ വലിയൊരു ശക്തിയായിരുന്നു അവർ. പക്ഷേ ഇന്ന് കാലം മാറി കോലം മാറിയപ്പോൾ, സാഹചര്യങ്ങൾ മാറിയപ്പോൾ, വ്യത്യസ്തമായി ചിന്തിക്കുവാനെന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് രണ്ടു കൂട്ടരുടെയിലും പ്രശ്നങ്ങളുണ്ടായി. നമുക്കറിയാം, കാലം മാറി, സ്വാഭാവികമാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈശോയാണല്ലോ സഭയെ നയിക്കുന്നത്. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ലോകാവസാനത്തോളം ഞങ്ങൾ നിങ്ങളോടൊത്തുണ്ടായിരിക്കുമെന്ന്. ഈ പ്രതീക്ഷയാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി. യേശു സാന്നിധ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ കൈമുതൽ. ഒന്നേ ഉള്ളൂ നാം ചെയ്യേണ്ടത്, തിരിച്ചു പോവുക ആരംഭങ്ങളിലേക്ക്. അതായത് നമ്മൾ എവിടെ നിന്ന് വിശ്വാസം ആരംഭിച്ചോ ആ വിശ്വാസം നൽകിയവനായ യേശുവിലേക്ക് നാം തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. അല്ലാത്തടത്തോളം കാലം മനുഷ്യമായിട്ട് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പരിഹാരം ഉണ്ടാകുകയില്ല. നമുക്കറിയാം, ആധുനിക ലോകം അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഏകാന്തത, ഒറ്റപ്പെടൽ. അത് സഭാ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹങ്ങളിലും നാം കാണുന്ന ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, കുടുംബം ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു നല്ല കാലഘട്ടം. ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാരും മക്കളും സഹോദരങ്ങളും ഒരുമിച്ച് സ്നേഹത്തോടെ കൂട്ടുകുടുംബമായി തന്നെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹത്തെ സംബന്ധിച്ചുള്ള വികലമായ ഒത്തിരിയേറെ കാഴ്ചപ്പാടുകൾ, പലരും നമ്മൾ അടിച്ചേൽപ്പിച്ചതും അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ചതുമായ കാഴ്ചപ്പാടുകൾ, ഇത് കുടുംബ ബന്ധങ്ങളെ തകർത്തു. കുടുംബങ്ങൾക്ക് ഒത്തിരി വികലതയുണ്ടാക്കി. ആ വികലത സഭയിലേക്ക് കടന്നു എന്നുള്ളത് വലിയ സത്യമാണ്. കുടിയേറ്റത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഇടവകയും വൈദികരും ഇടവകങ്ങളൊക്കെ എത്രയോ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിച്ചിരുന്നു. ഒരാൾക്കുണ്ടെങ്കിൽ അവരനുണ്ട് എന്നുള്ള വലിയ സത്യം, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കൂട്ടായ്മയൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു, പല കാരണങ്ങൾ കൊണ്ടും. ഒരു കുടുംബത്തിൽ പോലും ഇന്ന് കൂട്ടായ്മയില്ല. നമുക്കറിയാം, ഓരോരുത്തരും അവൻ്റെ ഫോൺ കൊടുത്തിട്ട് സ്വന്തം മുറിയിലേക്ക് പിൻവാങ്ങി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്കും അകത്തേക്കും വരുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ പോലും എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വൈദികർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാകൊണ്ടിരിക്കുന്നു. കാരണം പണ്ടൊക്കെ 24 മണിക്കൂറും പള്ളിമുറിയിലും പള്ളി പരിസരത്തും പള്ളിയിലുമൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവർ സാധാരണ കർഷകരാണ്, സമയമുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. തരം കാലം മാറിയപ്പോൾ പലതരം ഒറ്റപ്പെടലുകൾ കുടുംബജീവിതത്തിൽ വന്നതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. അതിനെ മറികടക്കുവാൻ പലതരം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്ന് നമുക്ക് ഒത്തിരിയേറെ കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗങ്ങളുണ്ട്. എൻ്റെയൊക്കെ വൈദിക ആരംഭഘട്ടങ്ങളിൽ യാതൊരു കമ്മ്യൂണിക്കേഷൻ സാഹചര്യങ്ങളുമില്ല. കത്തയക്കുക എന്നുള്ളതാണ്. അത് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല. പിന്നെയുള്ളതൊരു അറിയുന്നത് ഏതെങ്കിലും ടെലിഗ്രാമാണെന്നത്തെ ഒരു പെട്ടെന്നുള്ള വിവരങ്ങളറിയിക്കുള്ള ഒരു മാർഗ്ഗം. ഇന്ന് നമുക്ക് ഫോണുണ്ട്, മൊബൈലുണ്ട്, കൂടാതെ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ആധുനിക സൗകര്യങ്ങൾ നമ്മളെ ഒത്തിരി ഒരുമിപ്പിക്കാൻ പ്രേരകമാണ്. പക്ഷേ ചിലപ്പോൾ അത് വിഘടിപ്പിക്കാനും പ്രേരകമാകുന്നുണ്ടെന്നുള്ള വലിയ സത്യമാണ്. സ്വയം ഒറ്റപ്പെടേണ്ട ദുരിതത്തിലേക്ക് നാം മാറിക്കഴിയുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവിടെ ഒളിച്ചോട്ടങ്ങളും ചിലപ്പോൾ സ്വയം ജീവൻ നശിപ്പിക്കലുമൊക്കെ കടന്നു വരിക സ്വാഭാവികമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവാകുന്ന നമ്മുടെ പിതാവിൽ, നമ്മുടെ തലവനിൽ ഒന്നായി ഐക്യപ്പെട്ടുകൊണ്ട് നാം ഒറ്റപ്പെട്ടവരല്ല, വ്യത്യസ്തരല്ല, ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ വരുമ്പോൾ, അതായത് നാം യേശുവാകുന്ന ആ വലിയ ശരീരത്തിലെ അവയവങ്ങളാണെന്നും ഈ അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണെന്നുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നാം തിരിച്ചു പോകുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദിമഭാവങ്ങളിലേക്ക്, ആദിമ ക്രൈസ്തവരിലേക്ക് നാം പിന്തിരിഞ്ഞു പോകാൻ സാധിക്കുമ്പോൾ, അപ്പോൾ മാത്രമായിരിക്കും ഇതിൽ നിന്നുള്ള രൂപമുക്തി നമുക്ക് ആത്യന്തികമായി ലഭിക്കാൻ സാധിക്കുക.